എടാ മോനെ, ഒന്നും പറയാനില്ല. ഒരു കിട്ടിലൻ മാസ് ഫൺ എന്റർടൈനർ തന്നെയായിരുന്നു ആവേശം. പേര് സൂചിപ്പിക്കുന്ന പോലെ കാണുന്ന ഓഡിയൻസിനെ അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകരെ ഫുൾ ഓൺ ആക്കി ഇരുത്താവുന്ന ഒരു സ്ക്രിപ്റ്റ് തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ജിത്തു മാധവന്റെ സെക്കൻഡ് ഡയറക്ടോറിയൽ ഒരു തരത്തിലും ഡിസപ്പോയിന്റ് ചെയ്യാത്ത നല്ലൊരു ഫൺ പാക്ഡ് മാസ് ആക്ഷൻ എന്റർടൈനർ തന്നെയായിരുന്നു. ആൻഡ് പെർഫോമൻസിൽ പറയുമ്പോൾ ആദ്യം തന്നെ അറിയാലോ ആരെയാണെന്ന്. ഫഹദ് ഫാസിൽ. റീഇൻട്രൊഡ്യൂസിങ് ഫഹദ് ഫാസിൽ എന്നുള്ള ടീസറിലത്തെ ആ ഒരു സംഭവം തന്നെ നീതി പുലർത്തുന്ന രീതിയിലായിരുന്നു. പടത്തിന്റെ ഒരു 2.5 മണിക്കൂർ മൂപ്പരുടെ എൻട്രി തൊട്ട് ഒരു മാസ് ഒരു എൻട്രി അല്ല, അതൊരു സിമ്പിൾ എൻട്രി കൊടുത്ത് പടത്തിന് തുടക്കം തൊട്ട് അവസാനം വരെ ഓരോ സീക്വൻസിലും തിയേറ്റർ ഇങ്ങനെ കൈയടിച്ച് ബഹളം ഉണ്ടാക്കാന്നൊക്കെ പറയുമല്ലോ. പേഴ്സണലി ഞാൻ നല്ല രീതിയിലൊരു ഒരു മൈൻഡ് ഒന്ന് ചില്ലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പടമായിട്ട് തപ്പി നടന്നിരുന്നത്. എൻ്റെ അങ്ങനെ ആവേശത്തിന്റെ ടീച്ചറെ കണ്ടിട്ട് ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റർ ഇത്രത്തോളം ആയിരുന്നു എന്നുള്ള മൈൻഡിലാണ് ഞാൻ കയറിയത്. പടം എങ്ങനെയെങ്കിലും തുടങ്ങിയാൽ മതി, പടം എങ്ങനെയെങ്കിലും തുടങ്ങിയാൽ മതി എന്നുള്ള ഒരു മൈൻഡിൽ ഇരുന്നു. പടം തുടങ്ങി. ആൻഡ് പടം തുടങ്ങി അവസാനം വരെ പല കാര്യങ്ങളും, ഇതൊരു ആക്ഷൻ പടം മാത്രമല്ലാതെ പല കാര്യങ്ങളും, ഇപ്പൊ നമ്മൾക്ക് എല്ലാവരും ചുറ്റും ഉണ്ടായിട്ടും ഒറ്റപ്പെട്ടു പോകുന്ന പല ആൾക്കാരും നമ്മുടെ ചുറ്റും ഉണ്ടാവും. ഈവൻ നമ്മളായാൽ പോലും അങ്ങനെയുള്ള ഒരു ക്യാരക്ടേഴ്സിനെ പലരെയും നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് കുറെ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് പടത്തിന്റെ ഒരു ഫ്ലോ. ആൻഡ് ഈവൻ ആക്ഷൻ കൊറിയോഗ്രഫി ആയാലും BGM, മ്യൂസിക്, ആ ഒരു സ്കോർ സുഷിൻ ശ്യാം നെയിൽഡ് ഇറ്റ്. ആൻഡ് സമീർ തായിന്റെ സിനിമാറ്റോഗ്രാഫി ഒക്കെ പൊളിച്ചിട്ടുണ്ട്. വന്ന ഓരോരുത്തർക്കും നല്ല കിടിലൻ റോൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എനിക്ക് ഇതിലൊരു കുറവായിട്ട് തോന്നിയത് മൻസൂർ അലിഖാന്റെ ഒരു ക്യാരക്ടറായിരുന്നു. ആ ക്യാരക്ടറിന് അവിടെ അത്ര വലിയ സ്പേസും ഇല്ല, ആൻഡ് ആളൊരു അല്പം ഓവറായിരുന്നു. ബട്ട് ബാക്കിയുള്ള എല്ലാവരും ആ ഒരു എന്താ പറയാ അമ്പാടി എന്ന് പറയുന്ന ക്യാരക്ടർ, നമ്മുടെ നിരൂപേട്ട രോമാഞ്ചത്തിൽ ആ ഒരു ക്യാരക്ടറിനൊക്കെ സൂപ്പറായിട്ട് പോർട്രേ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവരുടെ ആ ഒരു 3 കോളേജ് സ്റ്റുഡൻസിന് ഒരു ലോക്കൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു രംഗൻ എന്ന് പറയുന്ന ഒരു ഗാങ്സ്റ്ററിനെ പോയി കാണും. പിന്നീട് അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ആ ഒരു മാറ്റങ്ങളാണ് സിനിമയുടെ മെയിൻ ആയിട്ടുള്ള സ്റ്റോറി. ശരിക്കും കുറെ നാൾക്ക് ശേഷമാണ് ഞാൻ തൊണ്ട പൊട്ടിയിട്ട് ഭയങ്കരമായിട്ട് വൈബ് ചെയ്ത ഒരു പടം തന്നെയായിരുന്നു ആവേശം. ഇപ്പോൾ ഈ പടത്തിന് ഇപ്പോൾ ഇതിന്റെ ജിത്തു മാധവന്റെ ഫസ്റ്റ് പടം തന്നെ ഇപ്പോൾ രോമാഞ്ചം, സെക്കൻഡ് പടം ആവേശം, രണ്ടും ഇമോഷൻസിനെ വെച്ചിട്ടാണ് കളിക്കുന്നത്. രണ്ടും നടക്കുന്നത് ബാംഗ്ലൂർ തന്നെയാണ്. ഒന്ന് ഒരു ഹൊറർ മൂഡിലെടുത്ത ഒരു പടം, കുറച്ച് കോമഡിയൊക്കെ ആയിട്ട്. പക്ഷെ ഇത് ഫുൾ ഓൺ ആ ഒരു മാസ് കോമഡി ആക്ഷൻ എന്റർടൈനർ എന്നുള്ള രീതിയിൽ തന്നെ നമ്മളെ വൈബ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഓരോ തവണ ആള് എടാ മോനെ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പോലും ഇതെന്താണ് അവന് ചെയ്യാൻ പോണേ എന്നുള്ള സംഭവം. ഫഹദ് ഫാസിലിന്റെ ക്യാരക്ടറിന്റെ ഒരു മാനർസ് ഒക്കെ ആൾ പൊളിച്ചിട്ടുണ്ട്. പല സീനിൽ ഇത് എന്തുട്ട് സൈക്കോയാണിത് എന്ന് തോന്നിക്കുന്ന സീനുകളാണ്, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ്. പലരും പറഞ്ഞു കേട്ടു സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗായിരുന്നു. പക്ഷെ ആ പടത്തിന്റെ സ്റ്റോറിക്ക് വേണ്ട ഒരു ലാഗ് തന്നെയാണ് അവർ അതിലെടുത്തേക്കുന്നത്. കുറച്ച് സീരിയസ് ആയിട്ടുള്ള, അതിന് ഇങ്ങനെയുള്ള കോൺസിക്വൻസസ് ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു സൈഡ് കൂടി അവർ കാണിച്ചു പോയിട്ടുണ്ട്. ആൻഡ് ഈ പടത്തിന്റെ ഏറ്റവും എനിക്ക് ഐ കാച്ചിങ് ആയിട്ട് തോന്നിയൊരു സാധനം, ഈ പടത്തിന്റെ എൻഡിൽ ഒരു ഇലുമിനാറ്റി എന്ന് പറയുന്ന സോങ്ങിന്റെ ഒരു കോമിക് പ്രസന്റേഷൻ പോലെ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് പൊളി തന്നെയായിരുന്നു. കാരണം ഓരോ സീക്വൻസിലും ആൾക്കാരെ കൊണ്ട് കൈയടിപ്പിക്കാനും ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ ഇതിന്റെ സ്ക്രിപ്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ആൻഡ് എന്തായാലും ഇപ്പോ നമ്മുടെ സുഷിൻ ശ്യാമിന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഈ ആ ഒരു പടത്തിന്റെ ജനറ ഞാൻ ആദ്യമായിട്ടാണ് മലയാളത്തിൽ ചെയ്യണേ എന്നുള്ളത്. ആൻഡ് ഇത് നമുക്ക് കാണുമ്പോൾ ഒരു ഫുൾ ഓൺ ആക്ഷൻ അല്ലാതെ കുറെ കാര്യങ്ങൾ നമ്മൾ ചിന്തിപ്പിക്കാനോ ഓർമ്മിപ്പിക്കാനോ ഒക്കെയാണ്, ഇനി ഇങ്ങനെയും കോൺസിക്വൻസ് ഉണ്ടാവും എന്ന് ഓർമ്മിപ്പിക്കാൻ കൂടിയിട്ടാണ് ആ സിനിമ സെറ്റ് ചെയ്തിട്ടുള്ളത്. മനസ്സ് നല്ല വൈബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ ഫൺ എന്റർടൈനർ ആണോ നിങ്ങൾ നോക്കുന്നത്? നേരെ വിട്ടോ, രംഗണ്ണനും പിള്ളേരും തിയേറ്ററിലുണ്ട്. ആൻഡ് എടാ മോനെ പോയി കാണും.